ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് ഷോപ്പിങ്ങും പിന്നെ ഈദിനുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയും സ്കിൻ കെയറും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ റമളാനൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഇനി ഈദിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഞാനിവിടെ വാനില കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പാലിലേക്കും കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വന്നിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഹലാലായിട്ടുള്ള ഫുഡാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൽ. ഫുഡ് മാത്രമല്ല, എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഹലാൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറ്. ഇനി ഇതൊന്ന് വെന്ത് കുറുകി വരട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഹലാൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഹലാൽ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഹലാൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് വേണം നമ്മൾ സ്കിൻ കെയറും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ റാണിയുടെ ഹലാൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 100% ഹലാൽ സ്കിൻ കെയർ ബ്രാൻഡാണ്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ വേൾഡ്സ് ലാർജസ്റ്റ് ഹലാൽ സർട്ടിഫൈഡ് ലാബ് ഇൻ മലേഷ്യ. ഞാൻ റാണിയുടെ പ്രൊഡക്ട്സ് പ്രിഫർ ചെയ്യാൻ കാരണം ഇതിൽ ആൽക്കഹോളും ആനിമൽ ഇൻഗ്രീഡിയൻസും ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ റാണിയുടെ കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സും കൂടെ കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എലിക്സർ. ഇത് നമ്മളുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കും. ഇത് നമ്മളുടെ 12 ലെയേഴ്സ് വരുന്ന സ്കിന്നിന് അടിയിലേക്ക് ഇറങ്ങി നമ്മളുടെ സ്കിന്നി റിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 100% UV പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. പിന്നെ ഒരു ഫെസ്റ്റീവ് ഗ്ലോയും കൂടെ തരുന്നുണ്ട്. അടുത്തത് CC ക്രീമാണ്. ഇത് നമുക്ക് ഇഫ്താർ പാർട്ടീസിനും അതുപോലെ തന്നെ ഈദ് സെലിബ്രേഷനൊക്കെ ഒരു സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ നോൺ ഓയിലി ആണ് വിത്ത് SPF 50. ഇത് നമുക്കൊരു ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ നൈറ്റ് ക്രീം. നമ്മൾ ഈദിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളെ ബോഡിയൊക്കെ ടയേർഡായിട്ടുണ്ടാവും. ഇത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ സ്കിന്ന് റിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ റീസ്റ്റോറിങ് സ്കിൻ ടെക്സ്ചർ ഇൻ നൈറ്റ്. ഈ ക്രീമിൽ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ സ്കിന്ന് ഗ്ലോയിങ് സ്കിന്നാക്കിയിട്ട് മാറ്റും. സോ ദിസ് ഈസ് ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് റാണിയ. ഈദ് സെയിലിന്റെ ഭാഗമായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും റാണിയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം തന്നെ up to 60% ഓഫിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്തവണത്തെ ഈദിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് റാണിയ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്ക് ടു റെസിപ്പി. ഇപ്പോൾ കസ്റ്റേർഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് റൂം ടെമ്പറേച്ചറിലാവണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമ്മളുടെ കസ്റ്റാർഡ് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ ഈ ഒരു മാംഗോയുടെ പൾപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിൽ ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട്. ബ്രെഡിൻ്റെ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കണം. ഇനി ഇത് പുഡിംഗ് ട്രേയുടെ അടിയിൽ ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഗ്യാപ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. സെയിം സ്റ്റെപ്പ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡ് വെച്ച് കൊടുത്തു, പിന്നെയും കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക.
അപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയൊരു ട്രേയിൽ ഫുള്ളായിട്ടും അതുപോലെ ചെറിയൊരു പുഡിംഗ് ട്രേയിലും നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. വലിയ ട്രേ ആണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ ട്രേയിലേക്കുള്ളതും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ലെയറും ഇതുപോലെ വെച്ചിട്ട് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 1 മണിക്കൂറൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിംഗ് ട്രേയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള പുഡിംഗ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നട്ട്സ് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പിസ്താഷ്യൂസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ അറബിക് കസ്റ്റാർഡ് മാംഗോ പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ അറബിക് കസ്റ്റർഡ് മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തവണത്തെ ഇതിന് ഈ ഒരു പുഡിംഗ് ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഞങ്ങളുടെ കുറച്ച് ഈദ് ഷോപ്പിങ്ങിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈദ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എന്തായി? ഇപ്പോൾ നമ്മളുടെ ഈദ് അവിടെ വരാനായല്ലോ. അപ്പോൾ എനിക്കും ഷേസൊക്കെ ഞാൻ ഓരോ ഷോപ്പൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും അസ്കർക്കാർക്കും അതുപോലെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം കുട്ടികൾക്കും അസ്കർക്കാർക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഷെയ്സ് ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം എന്തായാലും ഷെസിനും ഷെയ്സിനും ഒക്കെ ഡ്രസ്സും എടുക്കണം, അതുപോലെ ചെരുപ്പും ഷൂസൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മലപ്പുറത്തുള്ള സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇവിടുന്ന് കിട്ടലുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് അല്ലേ. അത് എടുക്കാൻ പോണതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ കുട്ടികളുടെയും അസ്കർക്കാരൻ്റെയും സെറ്റായിട്ടുണ്ട്. ഇനി ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ആദ്യം ഉപ്പാക്കുള്ളത് നോക്കുന്നുണ്ട്. അപ്പം ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ ഉള്ള സമയം ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്നൊന്ന് നോക്കിയിട്ട് എടുത്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഉപ്പാക്കൊരു ഷർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഉമ്മാക്ക് ഒരു സാരി, കോട്ടൺ സാരി നോക്കാൻ വിചാരിച്ചു. കോട്ടൺ സാരിയും മാക്സി എടുക്കാനുണ്ട്. അപ്പം അങ്ങനെ തൽക്കാലം ഉമ്മാക്കൊരു സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിയൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ രാത്രി വീണ്ടും ഇറങ്ങിയിട്ടോ. അപ്പോൾ ഷേസൊക്കെ എന്തോ വളയും റിങ്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്.
അപ്പോൾ ഇതാ റിങ്ങൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഷെയ്സിനുള്ള ഷൂവും ചെരുപ്പൊക്കെ എടുത്തിട്ടൊക്കെ വന്ന് കാണിച്ചു തരണം എടുക്കണമൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗത്തായിട്ട് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കമ്മലും മാലയും വളയൊക്കെ കാണുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല ഇഷ്ടമാണല്ലോ. അങ്ങനെ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മാക്സി നോക്കാനുണ്ട്. മാക്സിയും അതുപോലെ ഷോളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈദ് ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുവിധമൊക്കെ എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈദ് സെയിലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ റാണിയ സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ ഓഫർ സെയിൽ മറക്കണ്ട. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അപ് ടു 60% ഓഫിലാണ് റാണിയ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലവ്ഡ് വൺസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അവസരമാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.